ഫുട്ബോൾ ടീം പരിശീലകൻ ജെറോസ്ലാവ് സിൽഹെവിയെ ഫുട്ബോൾ അസോസിയേഷൻ പുറത്താക്കി. സലാലയിൽ അൽ മുക്സിൽ കടൽപ്പാലം വരുന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റ് അൽ മുദൈബിയിലെ സമത് അൽഷാനിൽ പ്രവർത്തനം ആരംഭിച്ചു. നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാൻ ഫുട്ബോൾ ടീം പരിശീലകൻ ജെറോസ്ലാവ് സിൽഹെവിയെ ഫുട്ബോൾ അസോസിയേഷൻ പുറത്താക്കി. പരസ്പര സമ്മതത്തോടെയാണ് കരാർ അവസാനിപ്പിച്ചതെന്ന് ഫുട്ബോൾ അസോസിയേഷൻ എക്സിൽ കുറിച്ചു. ലോകകപ്പ് യോഗ്യത 3-ാം റൗണ്ടിലെ നിർണായകമായ ആദ്യ 2 മത്സരങ്ങളിൽ ഒമാൻ തോറ്റിരുന്നു. ഇതാണ് കോച്ചിന്റെ പുറത്താക്കലിലേക്ക് നയിച്ചത്. ഒമാൻ മുൻ കോച്ച് റഷീദ് ജാബറിനെ റെഡ് വാരിയേഴ്സ് പുതിയ പരിശീലകനായി നിയമിക്കുകയും ചെയ്തു. ലോകകപ്പ് യോഗ്യതയുടെ ഇനിയുള്ള മത്സരങ്ങൾക്ക് തന്ത്രങ്ങൾ മെനയുക ഇദ്ദേഹമായിരിക്കും. ഒക്ടോബർ 10-ന് കുവൈറ്റുമായാണ് ഒമാന്റെ അടുത്ത മത്സരം. 15-ന് അമ്മാനിൽ വെച്ച് ജോർദാനുമായും ഏറ്റുമുട്ടും. സെപ്റ്റംബർ 5-ന് ഇറാഖുമായും 10-ന് ദക്ഷിണ കൊറിയയുമായും ഒമാൻ പരാജയപ്പെട്ടിരുന്നു. ഇനിയുള്ള 8 മത്സരങ്ങളിൽ 5 എണ്ണം എങ്കിലും ജയിച്ചാൽ മാത്രമേ ഒമാന് നേരിട്ട് ലോകകപ്പിന് യോഗ്യത നേടാൻ സാധിക്കുകയുള്ളൂ. സലാലയിൽ അൽ മുക്സൈൽ റോഡ് ബ്രിഡ്ജ് പദ്ധതി അഥവാ അൽ മുക്സൈൽ കടൽപ്പാലം വരുന്നു. ഇതിനായുള്ള കരാറിൽ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം ഒപ്പുവെച്ചു. 90 ലക്ഷം റിയാൽ ചെലവിൽ ഒരുക്കുന്ന പദ്ധതി സലാലയിൽ നിന്ന് ദോഫാർ ഗവർണറേറ്റിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം മെച്ചപ്പെടുത്തും. ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സമീദ് ബിൻ ഹമൂദ് അൽ മവാലിയും എഞ്ചിനീയർ സയ്യിദ് അസ്ഹറുമാണ് കരാറിൽ ഒപ്പിട്ടത്. 630 മീറ്റർ നീളമുള്ള കോൺക്രീറ്റ് പാലത്തിൽ 20 തൂണുകളും 13 മീറ്റർ ഉയരത്തിൽ 2 വശങ്ങളുള്ള തൂണുകളും ഉൾപ്പെടുന്നതാണ് പദ്ധതി. 45.9 മീറ്റർ ഉയരമുള്ള 2 വലിയ കമാനങ്ങളും 35.9 മീറ്റർ ഉയരമുള്ള 4 കമാനങ്ങളുമാണ് പാലത്തിന്റെ സവിശേഷത. പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് അൽ മുദൈബിയിലെ സമത് അൽഷാനിൽ തുറന്നു. അൽ മുദൈബി വാലി ഷെയ്ഖ് സയ്യിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ ഹിനായുടെ കാർമ്മികത്വത്തിലായിരുന്നു ഉദ്ഘാടനം. രാജ്യത്തെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, മറ്റ് വിശിഷ്ട വ്യക്തികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒമാനിലെ ലുലുവിന്റെ 31-ാം സ്റ്റോറാണിത്. 40,000 ചതുരശ്ര അടി സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റോറിൽ ഗ്രോസറി, ഫ്രഷ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ് അടക്കം വിവിധ വിഭാഗങ്ങളിലായി വ്യത്യസ്ത ശ്രേണികളിലുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വിശാലമായ സംവിധാനവും ആധുനിക രൂപകൽപ്പനയും ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ ഷോപ്പിംഗ് അനുഭവം നൽകുന്നു. നിരവധി ചെക്ക് ഔട്ട് കൗണ്ടറുകളും മതിയായ പാർക്കിംഗ് സ്ഥലവുമുണ്ട്. ഒമാനി ജനതയെ സേവിച്ച് പ്രാദേശിക സമ്പദ്ഘടനയിലേക്ക് സംഭാവന ചെയ്യുന്നതിലെ കമ്പനിയുടെ പ്രതിബദ്ധത യൂസഫ് അലി ഊന്നി പറഞ്ഞു. ഒമാനി സർക്കാരിന്റെയും ഈ രാജ്യത്തെ ജനങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്ക് നന്ദിയെന്നും അൽ മുദൈബിയിലേക്ക് കൂടി തങ്ങൾ പ്രവർത്തനം വ്യാപിപ്പിച്ചത് ഈ പ്രതിബദ്ധതയുടെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. ലുലു ഒമാൻ ഡയറക്ടർ AV ആനന്ദ്, റീജിയണൽ ഡയറക്ടർ KA ഷബീർ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒമാൻ പ്രവാസി നാട്ടിൽ നിര്യാതനായി. തൃശൂർ വാടാനപ്പള്ളി ഏഴാംകല്ല് സ്വദേശി മഞ്ഞിപ്പറമ്പിൽ സജിത്താണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വാടാനപ്പള്ളി ആശാൻ റോഡ് പരിസരത്ത് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഗുരുതര പരിക്കേറ്റ സജിത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 12 വർഷത്തോളമായി ഒമാനിൽ ഉണ്ടായിരുന്ന സജിത്ത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്ററായി ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 6-നാണ് നാട്ടിൽ പോയത്. ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.